തൈറോയ്ഡ് ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. തൈറോയ്ഡ് അസുഖങ്ങളിൽ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അത്തരക്കാരിൽ സെക്ഷൽ ഡിസയർ, സെക്ഷൽ ഡ്രൈവ് കുറവായിരിക്കും, ലിബിഡോ കുറവായിരിക്കും, ഒരു താല്പര്യക്കുറവ്. പുരുഷന്മാരിൽ മാത്രമല്ല, ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് സ്ത്രീകളിലും ചെറിയ തോതിൽ വേണം. സ്ത്രീകളിലും സെക്ഷൽ ഡിസയർ, താല്പര്യക്കുറവിന് ഒരു പ്രധാന കാരണം തൈറോയ്ഡ് അസുഖങ്ങളാണ്. തൈറോയ്ഡ് അസുഖങ്ങളുടെ കോമൺ സിംറ്റംസ് ആണ് ആങ്സൈറ്റി, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, ക്ഷീണം. ക്രോണിക് ആയിട്ട് ഒരുപാട് നാളുകളായിട്ട് ഇതുപോലെ ക്രോണിക് ഫെറ്റീഗുള്ള ആളുകൾ, ക്ഷീണമുള്ള ആളുകൾക്കും സെക്ഷൽ ഡിസയറിന് താല്പര്യം കുറവായിരിക്കും. സോ അത് സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കും. പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് പോയി ചെക്ക് ചെയ്യണം. മേ ബി അതായിരിക്കാം ഇതിൻ്റെ ഒരു റീസൺ. സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് വജീനൽ ഡ്രൈനസ്. ലൂബ്രിക്കേഷൻസ് കുറവാകുന്നത് വഴി ഇൻ്റർകോഴ്സ് ഒക്കെ പെയിൻഫുൾ ആവുന്ന ഒരു കണ്ടീഷൻ. സോ സ്ത്രീകളിൽ വജീനൽ ഡ്രൈനസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തൈറോയ്ഡ് അസുഖങ്ങളാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഇജാക്കുലേഷനിലുള്ള പ്രോബ്ലംസ്, ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ്, ഒന്നുകിൽ നേരത്തെ ആവാം, പ്രിമച്വർ ഇജാക്കുലേഷൻ ആവാം, അല്ലെങ്കിൽ ഡിലേഡ് ഇജാക്കുലേഷൻ ആവാം. സാധാരണയായി പ്രിമച്വർ ഇജാക്കുലേഷൻ കാണുന്നത് ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിലാണ്. അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ ഡിലേഡ് ഇജാക്കുലേഷൻ ആണ് സാധാരണയായി കാണാറ്. സോ സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോൾ തൈറോയ്ഡ് പ്രൊഫൈലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. തൈറോയ്ഡ് ഡിസീസസ് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുക.